വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ഉണ്ടാക്കുന്ന പല റെസിപ്പീനകത്ത് നമ്മൾ അതായത് ചോപ്പ് ചെയ്തിട്ടാണെങ്കിലും പിന്നെ പേസ്റ്റ് ആയിട്ടും എല്ലാം യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമുക്കത് പിന്നെ ഓരോ തിരക്കിന സമയം ചില സമയം രാവിലെ തന്നെ ആണെങ്കിൽ അത് അരിഞ്ഞെടുക്കാനെല്ലാം കുറേ സമയം എടുക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത പോലെ ആക്കിയിട്ടാണ് എങ്ങനെ നമുക്ക് ഫ്രീസറിൽ എത്ര നാൾ വേണ്ടെങ്കിലും സൂക്ഷിച്ച് വെക്കാം. ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാ കൂട്ടുകാർക്കും ബിന്ദുസ് കണ്ണൂർ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇഞ്ചി ഇപ്പം നമ്മൾ 100 ഗ്രാം എടുക്കുമ്പോൾ വെളുത്തുള്ളി അതിൽ കുറച്ച് ഒരു 20 ഗ്രാമോളം കൂടുതൽ എടുക്കണം. അപ്പോൾ ഇഞ്ചിനെക്കാട്ടിയും കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാക്കിയിട്ട് തന്നെയാണ് പിന്നെ ഇത് ക്ലീൻ ചെയ്തിട്ടെല്ലാം എടുത്തിട്ടുള്ളത്. അതായത് ഒരു 200 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 250 ഗ്രാമോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും തോലൊക്കെ കളഞ്ഞ് പിന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ കാണിക്കുന്ന ഈ മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് വിനീഗറോ ഉപ്പോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാതെയാണ് ഞാനിത് പിന്നെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കഴിയുന്നവരെ, അതായത് ഇപ്പോൾ 1 മാസത്തേക്ക് ആവശ്യത്തിനാണെങ്കിൽ 1 മാസത്തേക്ക് നമുക്ക് വെക്കാം. അത്ര വേണ്ടിക്ക് നമുക്ക് വെക്കാം. കുറച്ച് വില കുറഞ്ഞ സമയത്തൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ വാങ്ങിച്ചിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പിന്നെ യൂസ് ചെയ്യേണ്ട സമയത്തൊക്കെ ഉപകാരപ്പെടും. അതായത് ഇത്ര കാലത്തേക്ക് വെക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഫ്രീസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നമുക്കത് തീരുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാം, കേടുകൂടാതെ ഉപയോഗിക്കാം, അത്രേ പറയാനുള്ളൂ. അതായത് 6 മാസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, ഫ്രീസറിൽ സൂക്ഷിക്കുക, അതായത് 1 കൊല്ലത്തേക്ക് സൂക്ഷിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിപ്പം ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് എടുക്കുമ്പോൾ എന്തായാലും ഓരോ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും 1 മാസം കൊണ്ടെല്ലാം ഇതെന്തായാലും കഴിയും. അപ്പോൾ നമ്മൾ 6 മാസം വെക്കുന്നത് അങ്ങനെയായിട്ട് ഒരു കുറേ നാളത്തേക്ക് അങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അടിക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മിക്സീൻ്റെ പൊടിക്കുന്ന ചെറിയ ജാറിലല്ല, കുറച്ച് നമ്മൾ അരിയെല്ലാം അരക്കുന്ന ആ ജാർ തന്നെയായിട്ടുള്ളത്. അതിനകത്ത് ഇട്ടിട്ടാണ് ഞാനിത് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മിക്സീൻ്റെ പൾസ് മോഡിൽ മാത്രമാണ് ഇതിങ്ങനെ അടിക്കുന്നത്. 1, 2 അങ്ങനെയൊന്നും ഇടുന്നില്ല, വെറും പൾസ് മോഡിൽ മാത്രമാണ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ക്രഷ് ചെയ്ത ഒരു ഇതിലാണ് ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതായത് അധികം പേസ്റ്റ് പോലെ ആക്കുന്നില്ല. നമ്മൾ കത്തി വെച്ച് ചെറുതായിട്ട് അരിയില്ല, അതുപോലെ ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ക്രഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് മിക്സി ഒന്ന് പൾസ് തന്നെ ഇട്ട് കൊടുക്കാൻ. ആ ഒന്നിലിടുന്നേ ഇല്ല, വെറും പൾസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതേപോലെ ആയി കിട്ടാൻ വേണ്ടി. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ക്രഷായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിത് 2 നുറുക്കി ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. പിന്നെ ഒരു ട്രിപ്പിൽ തന്നെ ഫുള്ളായിട്ട് ഇടുന്നില്ല, ആദ്യം പകുതി ഇട്ട് അതിനുശേഷമാണ് അടുത്ത ബാച്ചായിട്ട് ഇടുന്നത്. ഇതിപ്പോൾ ഒരു ബാച്ച് ഞാൻ അടിച്ചു കഴിഞ്ഞ് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാണ് ഞാനിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ അടിച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേസ്റ്റ് പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് 1, 2 ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ നല്ല പേസ്റ്റ് പോലെ ആവും. അപ്പോൾ എനിക്ക് ഇതുപോലെ ക്രഷ് ചെയ്തിട്ടാണ് എല്ലാം ഞാൻ അധികം റെസിപ്പികളിൽ ചേർക്കാറ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ബാച്ച് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ വെളുത്തുള്ളി നമുക്ക് സമയമുള്ള സമയത്ത് വെളുത്തുള്ളി ഇഞ്ചിയും വൃത്തിയാക്കി ഇതേപോലെ അടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന എന്ത് കറിയും, വെജിറ്റബിൾ ആയാലും ചിക്കൻ കറി ആയാലും മീൻ കറി വെക്കുമ്പോൾ ഏത് കറി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഇതേപോലെ ക്രഷ് ചെയ്ത് ഞാൻ വെക്കുന്നത്. രണ്ടാമത്തെ വെച്ച് നല്ലതുപോലെ തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കാം. കണ്ടെയ്നറിൽ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീക്കും ഫ്രീസ് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് കട്ട കെട്ടി നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഫ്രീസറിൽ വെക്കുന്നതിന് തൊട്ട് മുന്നേ എല്ലാം ഇങ്ങനെ ഒരു സ്പൂണ് വെച്ച് വേറെ ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ സ്പൂൺ അതിൽ തന്നെ വെക്കാം. ഇനിയും ഒരിക്കലും കൂടി നമുക്ക് തുറന്ന് ചെയ്ത് കൊടുക്കാം, 1, 2 പ്രാവശ്യം തുറന്ന് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സ്പൂൺ അതിൽ തന്നെ വെച്ചിട്ട് ഞാനിത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുമെന്ന്. ഫ്രീസറിൻ്റെ അകത്തേക്ക് വെച്ച് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് എടുക്കണം. ഇപ്പോൾ 1 മണിക്കൂറത്തേക്ക് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഉള്ളത്. ഫ്രീസറിൽ ഒരുമിച്ച് കുറേ മണിക്കൂറുകൾ നമ്മളിപ്പോൾ ഒരു ദിവസം മുഴുവനായിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കട്ട കെട്ടിപ്പോവും. അപ്പോൾ നമുക്കത് വേർപ്പെടുത്തി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം ഞാൻ 1 മണിക്കൂർ ഇടവിട്ട് ഇതേപോലെ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം ഈ ബോക്സ് പിന്നെ കണ്ടെയ്നറിലുള്ള വെളുത്തുള്ളി ഇഞ്ചിൻ്റെ അത് ഒന്നുകൂടി പിന്നെ ആ സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കുമെന്ന്. അങ്ങനെ 2-3 പ്രാവശ്യം തട്ടി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് എപ്പോഴും പിന്നെ ഇങ്ങനെ ഇളകിയിട്ട് തന്നെ നിൽക്കും, പിന്നെ കട്ട കെട്ടില്ല. ഫ്രീസറിൽ നിന്ന് ഒരു 3 പ്രാവശ്യമെങ്കിലും 1 മണിക്കൂർ ഇടവിട്ട് നമുക്ക് തട്ടി കൊടുത്താൽ മതി. അന്നേരം പിന്നെ അതിങ്ങനെ വിട്ടിട്ട് നിൽക്കും. പിന്നെ നമുക്കത് നോക്കേണ്ട ആവശ്യം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുറച്ച് അതിങ്ങനെ എടുത്താൽ മതി. അതുവരെ 2-3 പ്രാവശ്യം മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി.
ഞാനിപ്പോൾ ഇത് രണ്ടാമത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഫ്രീസറിൽ വെച്ച് കൊടുക്കുമെന്ന്. അപ്പോൾ ഇതുപോലെ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇപ്പം നമ്മൾ എടുക്കുന്ന എല്ലാ ടൈമും ഇത് ഇങ്ങനെ വേറിട്ടിട്ട് തന്നെ നിൽക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരാഴ്ചക്ക് ശേഷമുള്ള ഭാഗമാണ്. അതായത് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ആവശ്യമുള്ളതൊക്കെ കുറച്ച് കറി വെക്കാനും പിന്നെ ചിക്കൻ കറി വെക്കാനും അതുപോലെ തന്നെ ഇഷ്ടമാക്കാനെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ളതാണിത്. ഇപ്പോൾ എന്താ ഇത് കണ്ടില്ലേ, മുഴുവനായിട്ട് ഇതുപോലെ ഇളകി വരും. ഇപ്പോൾ നമുക്ക് പിന്നെ മറ്റേ ഐസ് ക്യൂബിൻ്റെ അകത്ത് ഫ്രീസ് ചെയ്ത് കട്ടയാക്കി അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ പാത്രത്തിന് ഇതേപോലെ പിന്നെ വേറെ ആക്കി ഇട്ട് കൊടുത്ത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇപ്പം ഞാനിത് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക. നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഫ്രീസറിൽ നിന്ന് ഇതുപോലെ എടുത്ത് പുറത്ത് വെക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ തണുപ്പ് കുറഞ്ഞ് നമുക്ക് പാചകം ചെയ്യാനുള്ള ഒരു ഇതിലായി കിട്ടും. അതിനുശേഷം ബാക്കിയുള്ളത് ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയും ചെയ്യും. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.